ഇല്ല താത്യഗുരു, ഇവർ നമ്മുടെ വയസ്സായ ബാബയുടെ തലപ്പാവ് എടുത്തെറിഞ്ഞതാണ്. എന്നിട്ട് അവരുടെ ഈ കളിയിൽ പന്തയം വെച്ചു. പക്ഷെ ജയിച്ചത് നമ്മൾ. ഇനി ഇവർ പന്തയം അനുസരിച്ച് നമ്മുടെ ബാബയോട് ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അയാളുടെ കൈകൊണ്ട് തന്നെ ആ തലപ്പാവ് അദ്ദേഹത്തിന്റെ ശിരസിൽ വെക്കണം. ഹേ പെൺകുട്ടി, വഴിയിൽ നിന്ന് മാറി നിൽക്ക്, ഇല്ലെങ്കിൽ ഇതിന്റെ ഫലം വളരെ മോശമായിരിക്കും. അതെ, തലപ്പാവ് വച്ചു കൊടുക്കണം. തലപ്പാവ് വച്ചു കൊടുക്കണം. തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വച്ചു കൊടുത്തിട്ട് തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വയ്ക്കും. തലപ്പാവ് വയ്ക്കും. തലപ്പാവ് വയ്ക്കും. തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വച്ചു കൊടുത്തിട്ട് പോയാൽ മതി. തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വയ്ക്കണം. തലപ്പാവ് വയ്ക്ക്. തലപ്പാവ് വയ്ക്ക്. വെറുതെ വിടില്ല ഞാൻ. നന്ദിയുണ്ട് മോളെ. ഇന്ന് ആദ്യമായിട്ടാണ് ഈ വയസ്സിന് ഇങ്ങനെ ഒരു ആദരവ് ലഭിച്ചത്. നന്നായി വരും. ഈശ്വരന്റെ മകളാണ് നീ. ഏത് തീയാണോ നിന്റെ ഉള്ളിലുള്ളത് അത് നമ്മുടെ എല്ലാ പേരുടെ ഉള്ളിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വെള്ളക്കാരിവിടെ ഭരിക്കില്ലായിരുന്നു മോളെ. വരുമനോ, ശ്രീമൻ സർക്കാർ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ. ഹുസൂർ, ഈ ഉള്ളവളെ അങ്ങ് ഇവിടുന്ന് പോകാൻ അനുവദിച്ചാലും
താങ്കൾ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല ഇതുവരെ. ഹുസൂർ, ഈ പാവപ്പെട്ടവൾ താങ്കളുടെ രാജ്യത്താണ് താമസിക്കുന്നത്. അങ്ങയുടെ സേവികയാണ്. അങ്ങ് എപ്പോൾ ആജ്ഞാപിച്ചാലും അപ്പോൾ ഹാജരാകും ഞാൻ. ഇല്ല മോത്തിബായ്, ഇത് ആജ്ഞയല്ല, അപേക്ഷയാണ്. താങ്കളുടെ ഒരു പ്രിയ ആരാധകൻ എന്ന നിലയിൽ ഞാനിത് ആഗ്രഹിക്കുന്നു. താങ്കൾ എന്റെ നാടകശാലയിൽ ചേരണം. എന്നിട്ട് നമ്മുടെ അടുത്ത നാടകമായ ശാകുന്തളത്തിൽ മുഖ്യ കഥാപാത്രം ചെയ്യണം. ഹുസൂർ, ഈ ഉള്ളവൾക്ക് ചിന്തിക്കാനുള്ള അവസരം തരൂ. നമ്മുടെ ഭാഗത്തു നിന്നും താങ്കൾ പൂർണ്ണമായും സ്വതന്ത്രയാണ്. എന്നാൽ നിങ്ങൾ ഒരുപക്ഷെ നിരസിക്കുകയാണെങ്കിൽ ഝാൻസിയിലെ രാജാവിന്റെ അഭിമാനത്തിന് ക്ഷതം തീർച്ചയായും സംഭവിക്കും മോത്തിബായ്. ഹുസൂർ, ഞാനും ആ പരമപിതാവിനോട് ഇത് തന്നെ പ്രാർത്ഥിക്കും. ഝാൻസിയിലെ രാജാവിന്റെ സ്വാഭിമാനത്തിന് ക്ഷതമേൽക്കരുതെന്ന്. ഖുദാഫിസ്. നമ്മുടെ ബാബ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ വെള്ളക്കാരെ നമുക്ക് ഇവിടുന്ന് തുരത്തി ഓടിക്കാമായിരുന്നു. അതെ സഹോദര, ആ പെൺകുട്ടി ഇന്ന് കലക്കി കളഞ്ഞു. അതെ. ആരും നേർക്കുന്ന സ്ഥലത്ത് നിന്ന് മാനങ്ങി പോകരുത്. What happened, Mr. George? ഗെയിം കളിക്കുന്നത് നമ്മുടെ തുല്യരോട് വേണം കളിക്കാൻ. ഈ ബ്ലഡി ഇന്ത്യൻസിനോടൊപ്പം കളിച്ച് തോൽക്കുകയും ചെയ്തു. Shame on us. ആരായിരുന്നു ആ പെൺകുട്ടി? അതൊന്നും നമുക്കറിയില്ല സാഹിബ്. അവൾ ആരായിരുന്നുവെന്ന്. വളരെ മിടുക്കിയായിരുന്നു. കുന്തമെടുത്തപ്പോ സാക്ഷാൽ ദുർഗാദേവിയെ പോലെ തോന്നി. Shut up! നിങ്ങൾക്കാർക്കും തന്നെ അവരുടെ കളി അറിയില്ലായിരുന്നുവല്ലോ. എന്നിട്ടും നമ്മുടെ മനു ജയിച്ചു. ശ്രീമൻ സർക്കാർ, നമ്മുടെ നാനയും ജയിക്കുമായിരുന്നു. ഈ വെള്ളക്കാരുടെ ചതി അങ്ങേക്ക് അറിയാമല്ലോ. അവർ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ പുറകിൽ നിന്ന് കണ്ണാടി തെളിയിച്ചു. നരകത്തിൽ പോലും സ്ഥാനം കിട്ടില്ല ഈ വെള്ളക്കാർക്ക്. ഇത് നോക്കൂ, എന്തുമാത്രം മുറിവുണ്ടാക്കി നമ്മുടെ മനുവിന്. ഇവളുടെ മുറിവ് ഉണങ്ങിക്കൊള്ളും സാഹുബായി. പക്ഷെ ഇവൾ കാരണം ആ വെള്ളക്കാർക്ക് ലഭിച്ച മുറിവ് അത് അസുരന്മാരെ പോലെ നമ്മെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ അവരുടെ അക്രമം കണ്ടു നിൽക്കണമായിരുന്നോ? ഞാൻ അതല്ല പറഞ്ഞു വരുന്നത് മനു. ആ സമയത്ത് നീ ചെയ്തത് വളരെ ശരിയാണ്. പക്ഷേ അവരുടെ മുഖത്ത് പരാജയത്തിന്റെ ചാട്ടവാറ് വീണതിന്റെ അനന്തരഫലം എന്താണെന്ന് നിനക്കറിയില്ല മനു. ഇനി അവർ അടങ്ങിയിരിക്കുന്നു തോന്നുന്നില്ല. വാഹിനി സാഹിബ്, മനു അഭിമാനത്താൽ നമ്മുടെ ശിരസ് ഉയർത്തിയിരിക്കുകയാണ്. ശിരസ് ഉയർത്തുകയല്ല ചെയ്തത്, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് ശ്രീമൻ സർക്കാർ. വിശ്വാസമില്ലെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്കൂ. ഈ മനു തടവുകാരെ കൊണ്ടുപോയ വെള്ളക്കാരന്റെ കയ്യിൽ നിന്നും ചാട്ടവാറ് വാങ്ങി അയാളോട് യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഓടി മേളയിൽ പോയിട്ട് മറ്റൊരു വെള്ളക്കാരനുമായി വഴക്ക് വിലയ്ക്ക് വാങ്ങി. എന്താ ഈ അപമാനമെല്ലാം അവര് മറന്നുപോവോ? വാഹിനി സാഹിബ്, ഈ വെള്ളക്കാർക്ക് നമ്മെ ബുദ്ധിമുട്ടിക്കാൻ ഒരു കാരണം വേണം. ഒരുപക്ഷെ മനു പരാജയപ്പെട്ടാലും അവർ നമ്മോട് ഇത് തന്നെ ചെയ്തേനെ. നമ്മോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ വന്നു എന്ന്.
കൊള്ളാം സാഹുബായി. എല്ലാം അറിഞ്ഞുകൊണ്ട് ഇവളുടെ പക്ഷം ചേരുകയാണോ? ഇവൾക്ക് എന്ത് ചെയ്യണമായിരുന്നോ അതിവള് ചെയ്തു. നമ്മൾ ഇവിടെ ഇന്ദുവിന്റെ ബന്ധം ഉറപ്പിക്കാൻ വന്നതായിരുന്നു. ഇനി കണ്ടോളൂ, ഈ ദുഷ്ട വെള്ളക്കാർ നമ്മളോട് പ്രതികാരം ചെയ്യും. നമ്മളോടെന്നല്ല, ഇവിടുത്തെ ജനങ്ങളോട് പോലും. അങ്ങുന്നേ, ആ കുട്ടി മേള കാണാൻ വന്നതാണ്. ആ കുട്ടി ആരാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല അങ്ങുന്നേ. നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ല. നിങ്ങൾ ഇത്രയും ആളുകളിൽ ആർക്കും ആ ബാഡി പെൺകുട്ടിയെ അറിയില്ലെന്നോ? സാഹിബ്, 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 അവനെ വിടൂ സാഹിബ്. അവനെ ഒന്നും എങ്കിൽ ചെയ്യില്ല. പറയൂ, ആരായിരുന്നു ആ പെൺകുട്ടി? നമുക്കറിയില്ല സാഹിബ്, നമുക്കറിയില്ല സാഹിബ്. അയ്യോ സാഹിബ്, സാഹിബ്, അവനെ ഒന്നും ചെയ്യരുത് സാഹിബ്. അവനെ ഒന്നും ചെയ്യരുത് സാഹിബ്. എത്രയും പെട്ടെന്ന് എനിക്ക് പെൺകുട്ടിയുടെ വിവരങ്ങൾ വേണം. ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും നമ്മൾ ബ്രിട്ടീഷുകാരോട് കള്ളം പറഞ്ഞാലുള്ള ഫലം എന്താകുമെന്ന്. ഒരു കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കൂ മിസ്റ്റർ ഫ്രീസർ. ഗംഗാധർ റാവു പൂനെയിലെ ശ്രീമന്തിനെ പോലെ സ്ഥാനപ്രശ്നനായല്ല ജീവിക്കുന്നതും, അതുപോലെ നിങ്ങൾ തരുന്ന കേവലം 1,00,000 വാർഷിക വേതനത്തിലും ആശ്രയിച്ചല്ല. ഈ തുച്ഛമായ വരുമാനത്തിലൂടെ നമ്മുടെ നാട്യശാലയിലെ ദാസികളുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കുകയില്ല. താങ്കൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ ഝാൻസിയിലെ എല്ലാ അവകാശവാദികളെയും നെഗ്ലക്ട് ചെയ്ത താങ്കളെ കിങ്ങായി തിരഞ്ഞെടുത്തു. കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനും താങ്കളുടെ കൈകളിൽ എത്തിച്ചേരും. എപ്പോൾ നടക്കും മിസ്റ്റർ ഫ്രീസർ? താങ്കൾക്കറിയാമല്ലോ ഹൈനാസ്, 80% ഇന്ത്യയുടെ സ്റ്റേറ്റുകളിലെ അഡ്മിനിസ്ട്രേഷൻ, ജൂറിസ്ഡിക്ഷൻ ഓർ പ്രൊട്ടക്ഷൻ ഇവയുടെ ഉത്തരവാദിത്തം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ളതാണ്. അല്ല മിസ്റ്റർ ഫ്രീസർ, താങ്കൾ ഉത്തരവാദിത്വം എന്ന് പറയരുത്. ഇങ്ങനെ പറയൂ, താങ്കൾ ആ രാജ്യങ്ങളെ തട്ടിയെടുത്തുവന്ന്. പക്ഷെ ഝാൻസി നമ്മുടേതാണ്, ഓർത്തോളൂ, നമ്മുടേത് മാത്രം. യുവർ മജസ്റ്റി, നമ്മൾ ഝാൻസിയോടുള്ള താങ്കളുടെ ഇമോഷൻ അംഗീകരിക്കുന്നു. പക്ഷേ താങ്കൾ കുറച്ചൊന്ന് നമ്മുടെ നിസ്സഹായ അവസ്ഥ കൂടി മനസ്സിലാക്കൂ. യുവർ മജസ്റ്റി, മേ ഐ ഗോ? പറയൂ ദീക്ഷിത്. മഹാരാജൻ, അങ്ങ് ഇത്രയും മനസ്സിലാക്കിയാലും ഝാൻസിയിലും ഇനി ഭാഗ്യം ഉദിക്കുകയാണെന്ന്. വെറും വാക്കുകൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കാതിരിക്കൂ ദീക്ഷിത്. മഹാരാജൻ, നമുക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ആരെയും പ്രശംസിക്കാനാവുകയില്ല. ഈ സേവകൻ അങ്ങനെ ഒരു ദേവിയെ കണ്ടിട്ട് വരികയാണ്. അവളിൽ സാക്ഷാൽ ദുർഗാദേവിയെ കൂടാതെ മഹാലക്ഷ്മിയും കുടിയിരിക്കുന്നുണ്ട്. ഇല്ല താത്യ ദീക്ഷിത്, അവളിൽ സാക്ഷാൽ സരസ്വതി ദേവിയാണുള്ളത്. മഹാരാജൻ, അവൾ സർവഗുണ സമ്പന്നയാണ്. കുതിരയോട്ടത്തിൽ അവൾക്ക് പകരം വയ്ക്കാൻ ആളില്ല. അവൾക്ക് കുതിരയോട്ടം അറിയാമെന്നോ? അതെ മഹാരാജൻ, വെള്ളക്കാർ അവളുടെ മുൻപിൽ മുട്ടുമടക്കി. അവൾ വെള്ളക്കാരോട് യുദ്ധം ചെയ്തുവെന്നോ? യുദ്ധം ചെയ്തതല്ല മഹാരാജൻ, വിനോദത്തിലൂടെ ഏറ്റുമുട്ടുകയായിരുന്നു. വിനോദം എന്ത് തന്നെയായിരുന്നാലും അതിൽ അവൾ തന്നെയായിരിക്കും വിജയിക്കുക.
എന്നോട് ജയിക്കാൻ സാധിക്കില്ല ഹുസൂർ. അവളുടെ വിനോദം അങ്ങും കണ്ടോ മഹാരാജൻ? അപ്പോൾ മഹാരാജൻ ഝാൻസിക്ക് ഭാഗ്യം വന്നിരിക്കുകയാണ്. അവൾ ഝാൻസിയിൽ വന്നാൽ മതി. എനിക്ക് വിശ്വാസമുണ്ട് മഹാരാജൻ, ഝാൻസിയിലെ റാണി അവളായിരിക്കും. ഝാൻസിയിലെ റാണിയോ? അതെ മഹാരാജൻ, അവളെ ഞാൻ കൊണ്ടുവരുന്നതാണ്. ആജ്ഞ തന്നാലും. എവിടെയാണ് ആ പെൺകൊച്ചി? ചേച്ചി എനിക്ക് നമ്മളിപ്പോ ബിദൂറിലെത്തി. മഹാരാജാവ് ബാജിറാവ് പേഷ്വാ. മഹാരാജാവ് ബാജിറാവ് പേഷ്വാ. എന്റെ ദൈവമേ, ഞാൻ കരുതി എന്റെ ജയാരവം മുഴങ്ങുകയാണെന്ന്. ആ, എല്ലായിടത്തും നിന്റെ ജയാരവല്ലേ മുഴങ്ങുന്നത്. വന്നിരിക്കുന്നു. അല്ല എന്തു ചേച്ചി, ഞാൻ സ്വപ്നം കാണുമായിരുന്നു ആ ജോർജിനെ പരാജയപ്പെടുത്തിയതിൽ ജനങ്ങൾ ജയാരവം മുഴക്കുകയാണെന്ന്. മതി മതി, ചെറിയ കുട്ടിയാണെങ്കിൽ അവളുടെ സംസാരം നോക്ക്. വലിയ വലിയ മഹാരാജാക്കന്മാരെ കൊണ്ട് സാധിക്കാത്ത കാര്യം നിനക്കങ്ങനെ സാധിക്കും? മുത്തശ്ശി, നിങ്ങൾ എപ്പോഴും എന്നോട് വെറുതെയാണ് പിണങ്ങുന്നതല്ലേ? വെറുതെയോ? അതെ, എനിക്കെല്ലാം അറിയാം. മന്ദിര എന്നോട് പറഞ്ഞായിരുന്നു അന്ന് ഞാൻ വെള്ളക്കാരെ തോൽപ്പിച്ചപ്പോ നിങ്ങൾ വളരെയധികം സന്തോഷിച്ചെന്ന്. എന്റെ ഭഗവാനെ, ഈ പെൺകുട്ടിക്ക് എപ്പോ ബുദ്ധി വരും? ആ വെള്ളക്കാരൻ തന്റെ തോൽവി മറക്കാൻ നീ ഭഗവാനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും. നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മനു. ആ ദുഷ്ട വെള്ളക്കാർ നിന്റെ മുത്തച്ഛനെ ആയിരിക്കും അപകടപ്പെടുത്താൻ പോകുന്നത്. അത് ചിന്തിക്കുമ്പോ തന്നെ എനിക്ക് വല്ലാത്ത ഭയം തോന്നുക. മുത്തശ്ശി, അവർക്ക് നമ്മുടെ മനുചേച്ചി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ ആജുബെ എന്ത് ചെയ്യാൻ കഴിയും? ശരിയല്ലേ?